ഇന്ന് രണ്ട് സിനിമകൾ കണ്ട ദിവസമാണ്. ആദ്യം കണ്ട സിനിമ വിലായത്ത് ബുദ്ധയാണ്. അവസാനം ഒരു 20, എനിക്ക് പേഴ്സണലായിട്ടാണ്, അവസാനം ഒരു 20 മിനിറ്റാണ് ആ സിനിമയുടെ പാളിച്ചെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അതുവരെയും എനിക്ക് അതിഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവസാനം 20 മിനിറ്റ് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഷമീത്തിലേൻ്റെയൊക്കെ. ഇനി നമുക്ക് അടുത്ത പടത്തിലേക്ക് വരാം. എക്കോ ആദ്യമേ ഒരു വലിയൊരു കൈയടി കൊടുക്കേണ്ടത് അതിൻ്റെ കപ്പിത്താനാണ്, ഡയറക്ടർ ദിൻജിത്ത്. കിഷ്കിന്ദ കാണ്ഡത്തിന് ഡയറക്ടറാണ്. അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, കണ്ടന്റ് ആണ് എന്നെ ഒരു സിനിമ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. 100% ഒരു സ്റ്റാറും വേണ്ട, നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് പടം എടുക്കാമെന്ന് അറിയാവുന്ന ഒരു സംവിധാനമാണ്, പണി അറിയാവുന്ന സംവിധാനമാണ് ദിൻജിത്ത്. നല്ല കിടുക്കൻ മേക്കിംഗ്, നല്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രാഫി. തിയേറ്ററിൽ 4K അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ആ വിഷ്വൽ എഫക്ട്സും നമുക്ക് ആ ഈ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രാഫിയും ഒക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നല്ല 4K അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ പെർഫോമൻസ് വൈസ് പടക്കളത്തിനകത്തൂടെ അത്യാവശ്യം നല്ല നടനാണ്, തെളിയിച്ച പുത്തനായിട്ട് വരുന്ന പയ്യനാണ്, നല്ല ഗംഭീര ഭാവിയുള്ള നടനാണ് സന്ദീപ്. ഗംഭീര പെർഫോമൻസ് ആണ്. നരേൻ നല്ലതാണ്. വിനീത് കിഡിലോസ്കി പെർഫോമൻസ് ആണ് വിനീതിന്റെ. അതിനകത്തുള്ള എല്ലാം, അതായത് ഒരു ഡയറക്ടർ നല്ല കപ്പിത്താനായി മാറും, അല്ലെങ്കിൽ മികച്ച ഒരു നടനോടായാണ് ഡയറക്ടർ എന്ന് കളിക്കുന്നതാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീര പെർഫോമൻസാണ്. അന്നേരം ഇത് ടപ്പേ എന്ന് പറഞ്ഞങ്ങ് പോകുന്ന പടമൊന്നും അല്ല. ഇതൊരു സ്ലോ പേസ്ഡ് പടമാണ്. നമ്മളിങ്ങനെ കിഷ്കിന്ദ കാണ്ഡം ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. കിഷ്കിന്ദ കാണ്ഡം ഇഷ്ടപ്പെടാത്തവർക്ക് ആ രീതി തന്നെയാണ് ഈ പടവും പോകുന്നത്. ആ രീതി ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഈ പടം 100% ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നല്ല ഗംഭീര തിയേറ്ററിൽ പോയി കണ്ടാൽ. അന്നേരം ഉറപ്പായിട്ടും എക്കോ എന്ന് പറഞ്ഞൊരു സിനിമ നമുക്കൊരു മലയാളികൾക്ക് ഈ പറഞ്ഞ പോലെ അന്യഭാഷയിൽ കൊണ്ടുപോയി നമുക്ക് കാണിക്കാൻ പറ്റുന്നൊരു ഗംഭീര സിനിമയാണ്. അതിനകത്ത് സംശയമില്ല. ഇതിൻ്റെ കളക്ഷൻ റെക്കോർഡുകളെ കുറിച്ച് എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.